ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. ഒന്ന്, ആശ്രയം അല്ലെങ്കിൽ നമ്മുടെ അഭയം. രണ്ടാമത് മഹത്വം, എക്സലൻസ്, മഹിമ. ഇതെല്ലാം നമ്മളെ വേഗത്തിൽ ഓർമ്മിപ്പിച്ചു. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ഇത് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. മൂന്നാമത്തെ പോയിന്റിലേക്ക് വേഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. മൂന്നാമത്തെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തോ? അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം, കണക്ക് ബോധിപ്പിക്കുക. 2 തിമോത്തിയോസ് chapter 4:7, 2 തിമോത്തിയോസ് 4:7. ഓ, ആ പുതിയ വർഷത്തിൽ വചനം കേൾക്കുക, എന്ത് ഭാഗ്യമാണ്. കുറച്ചു മുമ്പ് ഇത് ഉറങ്ങി, പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? വചനം കേൾക്കുക. വായിച്ചോട്ടെ. 2 തിമോത്തിയോസ് പൗലോസ് പറയുക, എന്നെ നിയമിച്ചാക്കിയതിന്റെ മുൻപിൽ ഞാൻ വിശ്വസ്തനാണെന്ന് ഞാൻ ജീവിതം കൊണ്ട് തെളിയിക്കും. ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ഇഷ്ടംപോലെ തടവ്, അടി, കഷ്ടത, പ്രാണഭയം, ശീതം, ജയില് എല്ലാം പൗലോസ് അനുഭവിച്ചു. എവിടെ വരെ? തന്റെ നിര്യാണ സമയം വരെ. ഇവിടെ നിര്യാണ സമയം വരെയും പൗലോസ് തന്നെ നിയമിച്ചാക്കിയതിന് വിശ്വസ്തനായിരുന്നു. ഇവിടെ പൗലോസ് താൻ പറയും, ഞാൻ നല്ല പോർ പൊരുതി. അടുത്തത് ഓട്ടം തികച്ചു. 2026 കയറിയത് നമ്മൾ നമ്മുടേതായ തനതായ ഇഷ്ടങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ വേണ്ടിയല്ല. ദൈവം കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഏൽപ്പിച്ച കാര്യങ്ങൾക്ക് തമ്പുരാനോട് നമ്മൾ എന്ത് ചെയ്യണം? കണക്ക് ബോധിപ്പിക്കാം. ഇവിടെ പൗലോസിന്റെ പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു, താൻ ചെയ്തത് എന്താണെന്ന്. അത് വ്യക്തമായിട്ട് പൗലോസ് വിളിച്ചു പറയുക, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അടുത്തത്, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അടുത്തത്, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് എന്നെ എടുക്കുന്ന സമയത്ത്, എന്നെ ചേർക്കുന്ന സമയത്ത് അത് എനിക്ക് കിട്ടാതെ പോയാൽ എങ്ങനെ ഇരിക്കും ഗ്രേസ് ഫാമിലി? അല്ലേ? ആയിരക്കണക്കിന് ഇപ്പോ ഇത്രയും പേര് സാക്ഷ്യം പറഞ്ഞു. ഒരു കുടുംബത്തെ വിളിച്ചില്ലെങ്കിൽ എന്ത് പ്രയാസമായി. അവിടെ ചെല്ലുമ്പോൾ ആ കിരീടം തരും എന്ന് പറഞ്ഞ് ഇവിടെ പ്രത്യാശ വെച്ചാൽ അവിടെ ചെന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പോയില്ലേ? അതുകൊണ്ട് ഇവിടെ നല്ല പോർ പൊരുതണം, ഓട്ടം തികയ്ക്കണം, വിശ്വാസം കാക്കണം. അപ്പം ദൈവത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി ആ നീതിയുടെ കിരീടം തമ്പുരാൻ നമുക്ക് തരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? കണക്ക് ബോധിപ്പിക്കണം. അപ്പൊ നമ്മുടെ വാല്യൂസിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ആത്മീയ ജീവിതത്തിൽ ചുമ്മാ രസിച്ച് കളിച്ചു പോവുകയല്ല. നമ്മളെല്ലാവരും ആർക്ക്? ദൈവത്തിന് കണക്ക് കൊടുക്കണം. 4ാമത്തെ പോയിന്റ് എന്താണ്? ഞാൻ വായിക്കുമ്പോൾ ഇച്ചിരി പ്രശ്നം വരും, എന്നാലും കുഴപ്പമില്ല. ഞാൻ അതിന്റെ മലയാളം കൂടെ അങ്ങ് പറഞ്ഞു വിടാം. ഇവിടെ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചുള്ള പ്രവർത്തനം, കൂട്ടായിട്ടുള്ള പ്രവർത്തനം. ഇവിടെ പൗലോസ് തന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ പറയുമ്പോൾ പൗലോസിന്റെ കൂടെ താൻ തന്നെയല്ല, ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസും യോഹന്നാനും 9 മണി നേരത്ത് സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിലേക്ക് പോവുകയാണ്. ആരൊക്കെ? പത്രോസും യോഹന്നാൻ. അവിടെ യൂണിറ്റിയാണ്. ഇവര് പോകുന്ന സമയത്ത് ഒരു മനുഷ്യനിരുന്ന് ഭിക്ഷ യാചിക്കുന്നു, ഞങ്ങൾക്ക് വല്ലതും തരണം. യോഹന്നാൻ പറഞ്ഞു, വെള്ളിയും പോലും ഞങ്ങൾക്ക് തരാനില്ല, ഞങ്ങൾക്ക് തരാനുള്ളത് നിനക്ക് തരുന്നു, നസറേയനായ യേശുവിന്റെ നാമത്തിൽ നടക്കാം. അപ്പൊ അവർ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാനിടയായി. ഒരു ദിവസം റെഫറൻസ് ഒക്കെ വായിച്ച് മുമ്പോട്ട് പോയി ടൈം പോകുന്നത് കൊണ്ട് വേഗം ഞാൻ പറഞ്ഞു വിടാം. ഒരു വീട്ടിൽ ഒരു തളർവാദ രോഗി, അവന്റെ കൂട്ടുകാർ 4 പേര് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു ഇവരൊരു സൗഖ്യം വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അവിടെ തൊട്ടടുത്ത് ഒരു വീട്ടിൽ യേശു വന്നു ശുശ്രൂഷിക്കുന്നു എന്നറിഞ്ഞപ്പം ഈ തളർവാദ രോഗിയുടെ കൂട്ടുകാർ 4 പേര് ഒറ്റക്കെട്ടിൽ ഒരു തീരുമാനമെടുത്തു, ഇവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോകണം. പക്ഷെ നടക്കാൻ പറ്റത്തില്ല. ഈ മനുഷ്യനെ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ കിടന്ന കട്ടിലിന്റെ 4 കാലിലും 4 പേര് പിടിച്ച് യേശു ശുശ്രൂഷിക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ ഭയങ്കര ആൾത്തിരക്ക്. ഒരു വിധത്തിലും ആ മുറിക്ക് ഒന്നോട്ട് കയറാൻ പറ്റത്തില്ല. പക്ഷെ ഇവര് 4 പേര് വിട്ടുകൊടുത്തില്ല. അവരുടെ രക്ഷ
ലക്ഷ്യം എന്താണെന്നറിയാമോ? ഇവനൊന്ന് സൗഖ്യമായി കാണും. പറ്റുമോ? കൂട്ടായുള്ള പ്രവർത്തനം, പല പ്രവൃത്തികളും അനുഭവിക്കുന്ന ഒരു സമയമായി മാറും. നിസ്സാര കാര്യമല്ല. ഇവര് 4 പേരും യേശു ശുശ്രൂഷിക്കുന്ന ആ വീട്ടിൽ, കഫർനഹൂമിലെ വീട്ടിലെ ഓട് പൊളിച്ചിട്ട് കട്ടിലോടെ യേശു പ്രസംഗിക്കുന്നിടത്ത്, ആ ശുശ്രൂഷിക്കുന്നിടത്തേക്ക് എന്ത് ചെയ്തു? ഇറക്കി വെച്ചു. ഇവൻ കിടന്ന ആ മനുഷ്യന്റെ വിശ്വാസമല്ല, കൊണ്ടുവന്നവരുടെ വിശ്വാസം, അവരുടെ യൂണിറ്റി കണ്ടപ്പോൾ കർത്താവ് അവനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇവിടെ ഒന്നിച്ചുള്ള പ്രവർത്തനം ദൈവസഭയ്ക്ക് നാളെ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഒരിക്കലും നമുക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഞാനും നിങ്ങളും ഭാഗവാക്കാവും. 5ാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? സർവീസ്, സേവനം. ഈ സർവീസിന് ബൈബിളിൽ ആരാധന ക്രമമൊന്നും ഒക്കെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ സർവീസ് എന്ന് പറയുന്നത് സേവനമാണ്. മറ്റുള്ളവരെ സഹായിക്കുവാൻ സേവനം, സർവീസ്, അത് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ച ദൗത്യമാണ്, വിഷനാണ്, അത് മിഷനാണ്. ഏറ്റെടുക്കുക. 4-5 പോയിന്റ് പറഞ്ഞു. 1, നമ്മൾ എന്ത് ചെയ്യുക? ആശ്രയിക്കുക. 2, മഹത്വം ദൈവത്തിന് കൊടുക്കുന്ന ജീവിതം. അടുത്തത് കണക്ക് ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വ ജീവിതം. പിന്നെ ഒന്നിച്ചുള്ള പ്രവർത്തനം. 5, സേവനം. 6ാമത്തെ കാര്യം എന്താ പറയുന്നത്? ഇന്നോവേഷൻ, പുതുമ എന്ന് പറഞ്ഞാൽ എന്താ? പുതുക്കം. എബ്രായ ലേഖനം 12-ാം അധ്യായം സൈജൻ വായിച്ചു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വേഗം ഒന്ന് വായിക്കാമോ? വായിച്ചേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദവുമുള്ള, ആർക്ക് പ്രസാദം? ദൈവത്തിന്റെ പ്രസാദമുള്ള ആരാധനയാണെങ്കിൽ ഇവിടെ അടുത്തോ വലത്തോ നിൽക്കുന്നവരൊന്നും നോക്കുന്നില്ല, ചാടുന്ന ദൈവത്തെ ആരാധിക്കും. നമ്മൾ വല്ലവരും കാണുമെന്നും പറഞ്ഞാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അടുത്തത് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് സുരേഷ് മഞ്ഞ ഇട്ടത് കൊണ്ട് ഒരിക്കലും സുരേഷിനെ ഏൽപ്പിച്ച് ശുശ്രൂഷ മാറിപ്പോകത്തില്ല. എനിക്ക് വേഷം കെട്ടി കളിപ്പിക്കാൻ അറിയാൻ മേലത്തത് കൊണ്ടാണ് മഞ്ഞ ഇട്ടത്. കുഴപ്പമില്ലല്ലോ. ഇവിടെ ദൈവത്തിന്റെ മനസ്സിലെ, അതല്ല, ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് എവിടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ മനസ്സ് എന്ത് ചെയ്യണം? പുതുക്കണം. ചിലര് പറഞ്ഞു ഞങ്ങൾ പാരമ്പര്യമായിട്ട് എങ്ങനെയാ? എന്തോ പാരമ്പര്യം അല്ലേ? ചിലര് പറയത്തില്ലേ ഞങ്ങൾ ഈ പാരമ്പര്യത്തിലാ. പാരമ്പര്യം രക്ഷിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് പാരമ്പര്യം പറയുകയും ചെയ്യരുത്, പാരമ്പര്യത്തെ മുറുകെ പിടിക്കരുത്. ഒരു പുതുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു മാറ്റം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ ചർച്ച വർഷത്തിൽ നമ്മൾ ടൂർ പോകുന്നുണ്ടല്ലേ? യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അല്പസമയം വേറിട്ട് എന്ത് ചെയ്യണം? ആശ്വസിച്ചു പോകണം അല്ലേ? എത്ര ഭയങ്കരമായ ഒരു കാര്യമാണ്. നമ്മളേക്കും അതാണ് പഠിപ്പിക്കുന്നത്. അവസാനം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് അതിനെ കുറിച്ച് പറഞ്ഞു, ഉപകാരസ്മരണ. 7ാമത്തെ പോയിന്റ് എന്താണ്? ഉപകാരസ്മരണ. ഒരുവന്റെ വീട്ടിൽ ചെല്ലുമ്പോ അവൻ 1 ഗ്ലാസ് വെള്ളമേ തന്നുള്ളെങ്കിൽ ആ 1 ഗ്ലാസ്സിന് വെള്ളത്തിനും നമ്മൾ ഒരു വാക്കിൽ എന്തേ പറയാ? നന്ദി പറഞ്ഞിട്ടേ ഇറങ്ങാവുള്ളൂ. ഇതേ നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ ആ വ്യക്തിയോട് നമ്മൾ എന്തായിരിക്കണം? നന്ദിയുള്ളവരായി. 10 കുഷ്ഠരോഗികൾ യേശു തിരികെ സൗഖ്യത്തിന് വേണ്ടി വന്നു അല്ലേ? 10 പേരെയും യേശു സൗഖ്യമാക്കി. ഇവർ പോകുന്ന വഴിയിൽ 10 പേരും സൗഖ്യമായി. പക്ഷെ അതിൽ ഒരുവൻ തിരിച്ചു വന്നു, യേശുവിന്റെ കാൽക്കൽ വീണു. യേശു ചോദിക്കുന്നു, നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 10 പേരല്ലേ? 9 എവിടെ? ഒറ്റ പോക്കായിരുന്നു. കിട്ടിയ സൗഖ്യം കൊണ്ട് ഒറ്റ. പിന്നെ പൊടി പോലും ഇല്ല. പറഞ്ഞു
പഴയൊരു പരസ്യം, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ആ 9 കൂടെ ഗ്രേസ് ഫാമിലി ഉണ്ടാകരുത്, ഒരുത്തന്റെ കൂടെ നിന്നാ മതി. 100 പേര് അവിടെ സഭയിൽ ആരാധിക്കുന്നെന്നും പറഞ്ഞ് 1000 പേര് ഇപ്പുറത്തെ സഭയിൽ ആരാധിക്കുന്നെന്നും പറഞ്ഞ് ഒരു കാരണവശാലും ഓടി പോകേണ്ട കാര്യമില്ല. ഒരെണ്ണം മതി ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദി പറയുന്നതെങ്കിൽ അവന്റെ കൂടെ നിന്നാ മതി. അതാണ് അനുഗ്രഹം. ഹല്ലേലൂയ. ഒരുവൻ വന്നു ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞു. എന്തിനാ നന്ദി പറഞ്ഞത്? തന്റെ ജീവിതത്തെ മാനിച്ച ദൈവത്തിന്. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ഈ 2026 പ്രവേശിച്ച നാം ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ താൻ ചെയ്ത നന്മകൾക്കും നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മെ സഹായിക്കുന്നവർക്കും ഞാൻ നിങ്ങളും ആരായിരിക്കണം? നന്ദി ഉള്ളവർ ആയിരിക്കണം. 7 പോയിന്റ് നമ്മുടെ വാല്യൂസിനെ കുറിച്ച് പറയുക. 1, നമ്മുടെ ആശ്രയം ദൈവത്തിന്റെ കാര്യങ്ങളിൽ. 1 നമ്മുടെ രണ്ടാമത്തെ കാര്യം, മഹത്വം മുഴുവനും നാം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കുന്ന അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം, കണക്ക് ബോധിപ്പിക്കൽ അത് കർത്താവിന്റെ മുൻപിലായിരിക്കണം. പിന്നെ ഒന്നിച്ചുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ, സേവനം, പുതുമ അല്ലെങ്കിൽ മാറ്റം, ഉപകാര സ്മരണ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ വർഷം 2026 നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം. ഹല്ലേലൂയ. ഒരു മുളക് അരച്ചാണ് നമുക്ക് ഒരു വീട്ടിൽ വിസിറ്റിങ്ങിന് ചെല്ലുമ്പോൾ തരുന്നതെങ്കിൽ ഞാൻ പറയാം, അത് ടേസ്റ്റോടെ കഴിച്ചിട്ട് സൂപ്പർ എന്ന് പറയാൻ പറ്റിയാൽ ഒന്ന് ആ കുടുംബത്തിനും ഒരു സന്തോഷം, നമുക്കും ഒരു ആശ്വാസം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾക്ക് എത്രമാത്രം നാം ദൈവത്തിന് നന്ദി കരയറ്റണം. 2026 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി താണഭൂമിയിൽ ജഡത്തിൽ മനുഷ്യനായി അവതരിച്ചു. മാനവകുലത്തിന് വേണ്ടി യേശു കർത്താവ് 200 റാത്തൽ തൂക്കമുള്ള പച്ച പൈമര കുരിശ് ചുമന്ന് കാൽവറിയിലേക്ക് യേശു നടന്നു കയറി. ഹല്ലേലൂയ. യേശു കർത്താവ് കാൽവറിയിലേക്ക് ഈ കുരിശുമായി കയറുന്ന സമയത്ത് തനിക്ക് ചുമക്കാവുന്നതിനേക്കാൾ ഭാരമുള്ള ഈ കുരിശുമായി താൻ മുമ്പോട്ട് പോകുമ്പോൾ പലയിടങ്ങളിലും യേശു കർത്താവ് വെച്ചു വീണുപോയി. യേശുവിന്റെ ക്രൂശ് താൻ തനിക്ക് തന്നെ പൊക്കിയെടുത്ത് നടക്കാൻ വയ്യാതെ വന്നപ്പോൾ അവിടെ കുറെ നേരം ഒരു ശീമോൻ അവിടെ വഴിയരികിൽ വേല ചെയ്യുന്നു, ജാതീയനായ മനുഷ്യൻ. ഈ മനുഷ്യനെ കുരിശ് ചുമപ്പാൻ നിർബന്ധിച്ചു. അവനോട് വന്ന് യേശുവിന്റെ കുരിശിന്റെ അറ്റം താങ്ങിയപ്പോൾ ആ താങ്ങിയതിന്റെ മാത്രം പേരിൽ, ചില നിമിഷങ്ങൾ മാത്രം കുരിശിനെ ഒന്ന് താങ്ങിയതിന്റെ പേരിൽ കുറെ നേരം ശീമോനെയും കുടുംബത്തെ തമ്പുരാൻ അനുഗ്രഹിച്ചു. അവന്റെ തലമുറയെ അലക്സാണ്ടറിനെയും രൂഫസിനെയും മാനിച്ച ദൈവം ഈ 2026 നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. യേശുവിന്റെ കാൽവറി ക്രൂശിനെ ഉയർത്തിയാൽ, യേശു കർത്താവിന്റെ കാൽവറി ക്രൂശിനെ ത്യാഗമനോഭാവങ്ങളെ ഉയർത്തിയാൽ നമ്മുടെ ജീവിതത്തിലും ദൈവം പുതിയ അനുഗ്രഹങ്ങളും പുതിയ നന്മകളും തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. 2026 പ്രവേശിച്ച പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹവും വിശുദ്ധിയും സൗഖ്യവും ജീവനും ദൈവം പിന്നെയും പകർന്നു തരുവാൻ ആഗ്രഹിക്കുക. അതിനാധാരമായി യേശു കർത്താവ് തന്റെ മക്കൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ, എന്റെ ശരീരവും എന്റെ രക്തവും സംബന്ധിച്ച് നിങ്ങൾ കൂട്ടായ്മ ആചരിക്കണം. യേശു കർത്താവ് ഒരിക്കലായി തന്റെ ശരീരം കാൽവറിയിൽ തകർത്തു. യേശു പറയുന്നു, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഈ തകർക്കപ്പെട്ട അപ്പത്തിന്റെ അംശികളായാൽ, ഈ കാൽവറിയിൽ ഒഴുകിയ ആ രക്തത്തിന്റെ അംശികളായാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിയും അനുഗ്രഹവുമായി മാറും, സംശയമില്ല. അങ്ങനെയാണെങ്കിൽ 2026 സ്റ്റെപ്പ് വെച്ച എന്റെ വാഗ്ദത്ത സന്തതികളെ, വാത്സല്യ പ്രിയപ്പെട്ടവരെ, മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹീത ശുശ്രൂഷയുടെ ഭാഗവാക്കാകുവാൻ നമുക്കൊരു നിമിഷം കൂടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവിനെ ട്രസ്റ്റ് ചെയ്ത്, യേശുവിനെ വിശ്വസിച്ച്, യേശുവിൽ മഹത്വം വിട്ടുകൊടുത്തുകൊണ്ട്, യേശു കർത്താവിൽ ഒന്നിച്ചുള്ള ജീവിതം, ഒരു പ്രവർത്തനത്തിൽ നിന്നുകൊണ്ട്, ഒന്നിച്ചുള്ള പണിയിലായിരുന്നു കൊണ്ട്, അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി സേവ ചെയ്ത് കർത്താവിൽ ജീവിച്ചുകൊണ്ട് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്തി നമുക്ക് മുന്നേറാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 23 മുതലുള്ള വേദഭാഗത്തിൽ ഞാൻ ഇങ്ങനെയാണ് പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്: ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അവർ തന്റെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പത്തിന്റെയും പാനപാത്രം കുടിക്കുക
കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോൾ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് അവൻ കുറ്റക്കാരനായി തീരും. അതുകൊണ്ട് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ പാത്രത്തിൽ നിന്ന് കൈ നീട്ടാനും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ സ്വന്തം ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ ഈ ശരീരം പാപത്തിന് അടിമപ്പെട്ടതാണോ, ഈ ശരീരം ഒന്നിൽ പാപം ചെയ്തിട്ടുണ്ടോ, ഈ ശരീരത്തിലെ ഏത് അവയവങ്ങളും ഏതെങ്കിലും ഒരു അവയവം കൊണ്ട് ഞാൻ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള പാപം ചെയ്തിട്ടുണ്ടോ, അത് ഓർത്ത് ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ച് പാപത്തിന്റെ പരിഹാരം വരുത്തുക എന്നുള്ളതും ഈ ശുശ്രൂഷയുടെ പിന്നിൽ ലഭിക്കേണ്ട ഏറ്റവും മഹനീയമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാം കൊണ്ട് യേശു കർത്താവിന്റെ രക്ഷകനുമാണെന്ന് ഏറ്റുപറഞ്ഞ് അല്ലെങ്കിൽ ഈ കൽപ്പന വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങിയ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പാപക്ഷമ ദൈവത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ പുതിയ 2026 ആണ്ടിൽ ആദ്യമായി ലഭിക്കുന്ന കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ആചരിപ്പാൻ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിലേക്ക് നമ്മുടെ കരങ്ങളെ നീട്ടുവാൻ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിക്കാം. ഒരു പാപപരിഹാരത്തിന്റെ അല്ലെങ്കിൽ പാപക്ഷമയുടെ ചില സമയങ്ങൾ നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാം. ദൈവത്തോട് ക്ഷമ പറയാം. ഒരു പുതിയ മനുഷ്യനെ ജീവിച്ചു കൊള്ളാമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഉടമ്പടി ചെയ്യാം. പ്രാർത്ഥിച്ചു മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് പാട്ടിന്റെ 1-2 ലൈനുകൾ പാടുന്ന സമയത്ത് ഈ ശുശ്രൂഷയിലേക്ക് കരം നീട്ടുവാൻ നമുക്കൊന്നിച്ച് തീരുമാനിക്കാം, തയ്യാറാകാം. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 2026 പ്രഭാതത്തിൽ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ചുള്ള കൂട്ടായ്മ ആചരിപ്പാൻ സ്വർഗ്ഗം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചതിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ മൂലം ജീവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കും. കർത്താവേ, അങ്ങയുടെ ശരീരവും രക്തവും ഞങ്ങൾ അനുഭവിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ജീവനും വിശുദ്ധിയും ചൈതന്യവും അനുഗ്രഹവുമായി മാറുവാൻ പിന്നെയും തമ്പുരാൻ കൃപ ചെയ്യണം. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഇത് എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും എന്ന് പറഞ്ഞു. അവിടെ തന്നെ താഴെ കഴിഞ്ഞ ശേഷം യേശു പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും എന്ന് പറഞ്ഞു. അപ്പൊ വീഞ്ഞുങ്ങളെ ഒന്നിച്ച് ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ Finish.
അതിനെ ഒരുക്കിയതിനായി സ്തോത്രം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. കർത്താവിന്റെ ഉപകാരങ്ങൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.